ഹാപ്പി വുമൻസ് ഡേ കഴിഞ്ഞെന്നല്ലേ അതിനോ പക്ഷേ അന്ന് എനിക്ക് ഇടാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഇന്ന് പിടിക്കുന്ന ഈ ഒരു വിഷ് നമുക്ക് എന്നും സ്പെഷ്യൽ അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെ ഡ്രീം ആണല്ലേ എബ്രോഡൊക്കെ പോയി പഠിക്കാന്നുള്ളത്. പാരന്റ്സിന് ഏറ്റവും വലിയ കൺസേൺ സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നാടിനേക്കാൾ ഗേൾസിന് സേഫ് എബ്രോഡ് ആണെന്നാണ്. എന്നിരുന്നാലും നാട്ടുകാര് വീട്ടുകാര് അങ്ങനെ ഒരുപാട് കടമ്പകൾ ഓർത്ത് പേടിച്ചിട്ട് പല പാരന്റ്സും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നോക്കം നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ അതൊക്കെ മാറി നമ്മുടെ പിള്ളേരല്ലേ അവര് പഠിച്ചുയർന്ന് വരട്ടെ എന്ന് മറുപടി പറയുന്ന ഒരു പാരന്റ്സിന്റെ ജനറേഷൻ ആണല്ലേ നമുക്കുള്ളത്. താങ്ക്സ് ഫോർ ദം. ഇപ്പൊ ഇവിടെ ജോർജിയയിലൊക്കെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് ആയിട്ട് വരുന്നത് ഗേൾസ് തന്നെയാണ്. നമ്മളെ കൊണ്ടാവണ പോലെ അവരുടെ സ്വപ്നങ്ങൾക്ക് നമുക്കൊന്ന് ചിറക് കൊടുക്കാം. ഹാപ്പി വുമൻസ് ഡേ കഴിഞ്ഞെന്നല്ലേ അതിനോ പക്ഷേ അന്ന് എനിക്ക് ഇടാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഇന്ന് പിടിക്കുന്ന ഈ ഒരു വിഷ് നമുക്ക് എന്നും സ്പെഷ്യൽ അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെ ഡ്രീം ആണല്ലേ എബ്രോഡൊക്കെ പോയി പഠിക്കാന്നുള്ളത്. പാരന്റ്സിന് ഏറ്റവും വലിയ കൺസേൺ സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നാടിനേക്കാൾ ഗേൾസിന് സേഫ് എബ്രോഡ് ആണെന്നാണ്. എന്നിരുന്നാലും നാട്ടുകാര് വീട്ടുകാര് അങ്ങനെ ഒരുപാട് കടമ്പകൾ ഓർത്ത് പേടിച്ചിട്ട് പല പാരന്റ്സും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നോക്കം നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ അതൊക്കെ മാറി നമ്മുടെ പിള്ളേരല്ലേ അവര് പഠിച്ചുയർന്ന് വരട്ടെ എന്ന് മറുപടി പറയുന്ന ഒരു പാരന്റ്സിന്റെ ജനറേഷൻ ആണല്ലേ നമുക്കുള്ളത്. താങ്ക്സ് ഫോർ ദം. ഇപ്പൊ ഇവിടെ ജോർജിയയിലൊക്കെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് ആയിട്ട് വരുന്നത് ഗേൾസ് തന്നെയാണ്. നമ്മളെ കൊണ്ടാവണ പോലെ അവരുടെ സ്വപ്നങ്ങൾക്ക് നമുക്കൊന്ന് ചിറക് കൊടുക്കാം.